Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ചായക്കടിയാണ്. അപ്പോൾ ഈ ഒരു ചായക്കടിക്ക് തരി കേക്ക്, വെട്ട് കേക്ക് എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള തരി കേക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മൈദയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് റവയാണ് എടുക്കേണ്ടത്. ഈ ഒരു മെഷർമെന്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പോൾ എഗ്ഗിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണ് എങ്കിൽ ഈ എഗ്ഗിന് പകരമായിട്ട് 1/2 കപ്പ് നെയ്യ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. തരിക്കേക്ക് മുറിക്കുമ്പോഴുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും റവയും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തരി കേക്കിനുള്ള മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/2 പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ കിട്ടുക. ഇതിപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ആയിട്ടാണ് പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് വേണമെങ്കിലും പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിത് ഒരു 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് ഒരു വരയിട്ട് കൊടുക്കാം. അപ്പോൾ വരയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 സൈഡിലേക്കും ആവാതെ വേണം വരയിട്ട് കൊടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തി സ്ക്വയറിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെറിയ തരം വെട്ട് കേക്ക് ഉണ്ടാക്കുന്നതും. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് തന്നെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തതിനു ശേഷം ക്രോസ് ആയിട്ട് വെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി റവ വേണ്ടെങ്കിൽ മൈദ കൊണ്ട് മാത്രവും ഈ ഒരു വെട്ട് കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ബാലൻസ് വരുന്നതിനനുസരിച്ച് മാവ് പരത്തി കൊടുത്ത് നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ വെട്ട് കേക്ക് കിട്ടുക. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പ് ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് എനിക്ക് തോന്നിയത് ഇരുമ്പ് ചട്ടിയാണ്. ഇനി ഓരോ തരി കേക്കും നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായാൽ പിന്നെ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കണം. അല്ലാതെ നമ്മുടെ തരിക്കേക്ക് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവുകയും ഉൾഭാഗം കുക്കായി കിട്ടുകയില്ല.
അപ്പോൾ ഇതാ നമ്മുടെ തരിക്കേക്കിന്റെ ഒരു ഭാഗം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടിയൊന്നുമില്ല. ഏകദേശം ഞാനൊരു 10 മിനിറ്റെങ്കിലും ഇത് സിമ്മി ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ തരിക്കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ 2-3 തവണ ഈ റെസിപ്പി ചെയ്ത് എനിക്ക് പെർഫെക്റ്റ് ആയി കിട്ടിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചറിലുള്ള തരിക്കേക്ക് നമുക്ക് വളരെ ഈസി ആയി തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.